ഇത് ഈ യമണ്ട ബോക്സുകൾ ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഇത് ആരും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൊറിയറൊന്നുമല്ല. നമ്മുടെ എക്സ്പൾസ് റാലി പ്രോയ്ക്ക് സെറ്റ് ചെയ്യാനായിട്ട് വന്ന ഒരു യമണ്ടൻ ക്രാഷ് കാർഡാണ് കേട്ടോ. സോ അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ശ്രീസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് തമ്മിലേം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ 2 ഹീറോസാണ് ഈ ഒരു വണ്ടിയുടെ ബെർത്തായിട്ടിരിക്കുന്നത്. എക്സ്പൾസിൻ്റെ ക്രാഷ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പ്ലേറ്റുമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിടിലമാണ് കേട്ടോ. നിങ്ങളൊരു എക്സ്പൾസ് ഓണറാണ്, അല്ലെങ്കിൽ എക്സ്പൾസ് എടുക്കാൻ താല്പര്യപ്പെടുന്നു, ഇനി എക്സ്പൾസ് ബുക്കാണ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ക്രാഷ് കാർഡ് മസ്റ്റായിട്ട് മേടിക്കേണ്ട സാധനമാണ് കേട്ടോ. കാര്യം എക്സ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വീഴും, ഓഫ് റോഡ് വണ്ടി കൂടെയാണ്. അപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് റാലി. ഇനിയിപ്പോൾ എത്ര ഹൈറ്റുള്ള ആളാണെങ്കിലും വണ്ടി ചരിയും, കയ്യിൽ നിന്ന് പോവും, വീഴും. അത് സർവ്വസാധാരണമായ കാര്യമാണ്. പക്ഷേ ആ ഒരു വീഴ്ചയുടെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നല്ലൊരു ഹൈ ക്വാളിറ്റി സാധനമാണ് ഈ ബൈസൺ എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു സാധനം വന്നിട്ട്. സ്റ്റോക്കായിട്ട് വരുന്ന ക്രാഷ് കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു ക്രാഷ് കാർഡാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനത്തിനെ ക്രാഷ് കാർഡാണെന്ന് വിളിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ബെൻഡ് പൈപ്പ് വളച്ച് വെച്ച കണക്കാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത്രയും വലിയ ആനയ്ക്ക് തിളയ്ക്കാൻ ചെറിയൊരു തോട്ടി എന്ന പോലെയാണ് ഇതിൻ്റെ ക്രാഷ് കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ബൈസൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഈ ഒരു കിട്ടലൻ ക്രാഷ് കാർഡ് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്നതിന് മുന്നേ ഇതൊരു വാഹനം മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെയാണ് നമ്മുടെ ഏതൊരു വാഹനമായി കഴിഞ്ഞാലും. അപ്പം ഇതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാശ് ചിലവാക്കും. അതിൽ യാതൊരു കൈയും കണക്കുമില്ല. എന്ത് പറഞ്ഞാലും കാശ് ചിലവായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മുതലാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മുടെ വണ്ടിയിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല. ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനാണ് നല്ല ക്വാളിറ്റി ക്രാഷ് കാർഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ബൈസണിലേക്ക് എന്തുകൊണ്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് ഉപയോഗിക്കുന്ന 2-3 യൂട്യൂബേഴ്സായ കൂട്ടുകാരന്മാരും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡും കാര്യങ്ങളെല്ലാം പോയി വണ്ടിയിൽ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടൊക്കെ എടുത്തൊരു സാധനമാണ് ഈ എക്സ്പൾസിൻ്റെ ബൈസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രാഷ് കാർഡ് വന്നിട്ട്. ക്രാഷ് കാർഡ് മാത്രമല്ല കേട്ടോ, ബാക്കിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ചെറിയൊരു സാഡിൽ സ്റ്റേയും വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പക്ക ഒരു ടൂറിങ് സെറ്റപ്പിലേക്ക് മാറ്റിയെടുക്കാനാണ് എൻ്റെ ഒരു പരിപാടി വന്നിട്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അൺബോക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ബാക്ക് പ്ലേറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട് സാധനം? നമ്മൾ വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഏകദേശം 790 സംതിങ് ആണ് റേറ്റ് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക്. ഇതിൻ്റെ പർച്ചേസിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് മേടിച്ചോളൂ. അപ്പം നമ്മുടെ ഹീറോയുടെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, പിന്നെ എക്സ്പൾസിൻ്റെ എക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. നല്ല കിടിലം പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിടിലം സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനെ സെറ്റാക്കാനുള്ള നെട്ടും ബോൾട്ടും എല്ലാം ഇതിൻ്റെ പാക്കേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ് ഹീറോയെ മാറ്റി വെച്ചിട്ട് മെയിൻ ഹീറോയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം കൊറിയർ വന്ന ആവേശത്തിൽ തന്നെ നമ്മളിതെല്ലാം പൊട്ടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബൈസൻ്റെ ക്രാഷ് കാർഡ്. നല്ല കിടിലം പാക്കിംഗ് ആണ് കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ വന്നപ്പോഴത്തേക്കൊരു കാർഡ്ബോർഡ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ എവിടെ എടുത്ത് കളഞ്ഞ്. അപ്പം നമുക്ക് നൈസായിട്ട് സാധനം പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈസൻ്റെ ഹൈ ക്വാളിറ്റി വരുന്ന ക്രാഷ് കാർഡ് വന്നിട്ട്. 3 രീതിയിലുള്ള പിടുത്തമാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടായാലും ഇടിച്ച് പരത്താനായിട്ട് 2 ഉണ്ടകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബൈസൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ല പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു കിടിലൻ ലുക്കാണ് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ വന്നിട്ട് നമ്മുടെ ബൈസൻ്റെ കീ ചെയിനും സ്റ്റിക്കറും അതുപോലെ തന്നെ നമ്മുടെ
ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാനുള്ള നെട്ടും ബോൾട്ടും എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാഡിൽ സ്റ്റേ വന്നിട്ട്. എങ്ങനെയുണ്ട് സാധനം? ഈ ഒരു സാധനം ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് വെറുത്തനമായിരിക്കും. അപ്പം ഈ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഒരു ജസ്റ്റ് വാക്കറൗണ്ട് നമുക്ക് കണ്ടിട്ട് വന്നേക്കാം. സോ അപ്പോൾ നമ്മുടെ എക്സ്പൾസ് റാലി പ്രോയിൽ കയറ്റാനുള്ള ക്രാഷ് ഗാർഡും സാഡിൽ സ്റ്റേയും ബാക്ക് പ്ലേറ്റും എല്ലാം നമ്മുടെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് വന്ന ബോക്സിലാണ് വെച്ച് കെട്ടിക്കൊണ്ട് പോയെങ്കിൽ കമലാസനം പേർഷ്യന്ന് വന്ന അവസ്ഥയായേനെ. അതുകൊണ്ട് നമ്മളെല്ലാം മിനിമലായിട്ട് ബാക്കിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ എക്സ്പൾസ് സർക്കിളിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. തൊട്ടടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ആദ്യം കരുതി ഗോപ്രോയിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം ഒരു വ്ളോഗ് പോലെ സെറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ചൂട് രക്ഷയില്ല കേട്ടോ, നല്ല ചൂടാണ്. ക്യാമറ ഓവർ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ കാണിച്ച് 2-3 തവണ ഓഫായിപ്പോയി. പ്രശ്നമില്ല, ബാക്കിയുള്ള വിശേഷങ്ങളും നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫുട്ടേജും കാര്യങ്ങളെല്ലാം നമ്മുടെ ഐഫോണിൽ ചിത്രീകരിച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. വെയിലൊന്നും താഴ്ന്ന ശേഷം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്കും അതുപോലെ തന്നെ എത്ര പ്രൈസായി, എങ്ങനെയുണ്ട് പ്രൊട്ടക്ഷൻ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. 2 hours later. The next day. സോ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ എക്സ്പൾസ് റാലി ചെറുക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത ലുക്കായി കേട്ടോ. ഈ ഒരു ക്രാഷ് ഗാർഡ് മേളിലെ സാഡിൽ സ്റ്റേയും അതുപോലെ തന്നെ പ്ലേറ്റ് വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ ആ ലുക്കേ അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു പക്ക ടൂറിങ് വണ്ടി ആയിട്ടുണ്ട് നമ്മുടെ എക്സ്പൾസ്. ഇനിയായിരിക്കും നമ്മുടെ ട്രിപ്പുകളും കാര്യങ്ങളും എല്ലാം കിടിലുമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. കാര്യം വണ്ടി ഒരു 7 തവണ നമുക്ക് സിമ്പിൾ തന്ന് ഇപ്പം മറിയും അങ്ങനെ ഇതുവരെയായിട്ട് വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഇനി ഒരു ദിവസം നമ്മുടെ കൈ വണ്ടി നിന്നില്ലെങ്കിൽ മസ്റ്റായിട്ടും വണ്ടി മറിഞ്ഞു വീഴും. ആ പഴയ ക്രാഷ് ഗാർഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു വീഴ്ചയിൽ അഥവാ വല്ല ഫ്യൂച്ചറിൽ വല്ല വീഴ്ച വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള ബൈസൻ്റെ ക്രാഷ് ഗാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ക്രാഷ് ഗാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പം അതൊരു 100-ൽ ഒരു 10% പോലും പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. ഇതാണെങ്കിൽ 100-ൽ 110 പ്രൊട്ടക്ഷനാണ് കേട്ടോ. അജാതി ഒരു കോൺഫിഡൻറ്റ് തരുന്നുണ്ട്. നല്ല രീതിയിൽ വണ്ടിയുടെ എൻജിനും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൻ്റെ പോർഷനൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഉണ്ടയാണ് കേട്ടോ. നല്ല രീതിയിൽ വണ്ടിയുടെ ചെറിയ വീഴ്ചകൾ വന്നു കഴിഞ്ഞാലും ഇമ്പാക്റ്റ് ക്രാഷ് ഗാർഡിലും അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ആ കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ കരുതി അതാ ഈ ഒരു ക്രാഷ് ഗാർഡ് ആയിരിക്കും വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ലുക്ക് ഉണ്ടാകുന്ന സാധനം ഒന്ന്. പക്ഷേ ഇതല്ല സാധനം. ഇതാ ഈ ഒരു സാഡിൽ സ്റ്റേ ഇതൊരു വല്ലാത്ത ലുക്കായി കേട്ടോ വണ്ടി. നമ്മളിപ്പം റോഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും 10 പേര് നോക്കും. ലുക്ക് മാത്രമല്ല വർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി തന്നെ മനസ്സിലാവും. ആ ഒരു ക്രാഷ് ഗാർഡും സാഡിൽ സ്റ്റേയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും വണ്ടിയിൽ ഒരു തരി മണ്ണ് പോലും വീഴത്തുള്ളൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അമ്മാതിരി ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു 2 പ്രോഡക്റ്റും നമുക്ക് തരുന്നത്. കിടിലുമാണ് കേട്ടോ ഈ സംഭവം. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഷ് ഗാർഡ് വന്നിട്ട് ബ്ലാക്ക് കളറും
അതുപോലെ തന്നെ റെഡ് കളറും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബ്ലാക്ക് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് എപ്പോഴും സ്റ്റാൻഡേർഡാണ്. എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് തന്നെ ആ ഒരു ഉരവോ കാര്യങ്ങളൊന്നും പുറത്തറിയില്ല. പക്ഷേ റെഡ് ആണെങ്കിൽ ആ സെയിം റെഡ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ പാടുപെടും. പക്ഷേ റെഡും ഒരു വല്ലാത്ത ലുക്കാണ് കേട്ടോ. ഞാൻ രണ്ട് സൈഡിലായിട്ടും റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും ആ ഒരു ലുക്ക് കാണിച്ചു തരാം. റെഡ് വരുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ഹീറോ എന്ന് എഴുതിയ ആ റെഡ് ബാഡ്ജിങ് തന്നെയാണ് ആ ഒരു ക്രാഷ് കാർഡിലും വരുന്നത്. അപ്പം സ്റ്റാൻഡേർഡാണ് നമ്മൾ എപ്പോഴും പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡാണ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ പ്ലേറ്റ് നൈസായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹീറോയുടെ ബാഡ്ജിങ്ങും ഈ സിമ്പലും കൂടെ വന്നപ്പോഴത്തേക്ക് നൈസായിട്ടുണ്ട്. ഈ പ്ലേറ്റ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന സ്ക്രൂവിന് അത്യാവശ്യം നീളം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റോക്കായിട്ട് വന്ന ഈ ഒരു റബ്ബർ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ തന്നെ മണ്ടത്തിച്ച് നമുക്ക് മുറുക്കാനും പറ്റി. നല്ലൊരു ലുക്കുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞൊരു എറണാകുളം ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ഈ സീറ്റ് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിരിക്കാൻ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്ലേറ്റും കൂടെ മേടിക്കാൻ കരുതിയത്. ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂറിങ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വയ്ക്കുന്ന പില്ലിനെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. പില്ലിനൊക്കെ സുന്ദരമായിട്ട് ചാരി ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട് സാധനം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 790 സംതിങ് ആണ് വന്നിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളതാണെങ്കിൽ ഗസ്റ്റ് കയറി നോക്കുക. നിങ്ങൾക്ക് മാക്സിമം കാർഡ് ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം റേറ്റ് കുറച്ച് സാധനം എടുക്കാൻ ശ്രമിക്കുക. നല്ല ഗുഡ് ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ സാഡിൽ സ്റ്റേ ഇതിൻ്റെ റേറ്റ് വരുവാണെങ്കിൽ 3000 സംതിങ് ആണ് റേറ്റ് വന്നിട്ട്. ഞാൻ പിന്നെ കുറച്ച് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ചും കൂടെ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാഡിൽ സ്റ്റേ പർച്ചേസ് ചെയ്തത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ക്രാഷ് കാർഡാണ്. ഞാൻ ഈ ഒരു കോംബോ പാക്കിലാണ് ബൈസൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, പിന്നെ ബൈസൻ്റെ ഒഫീഷ്യൽ പേജിലും ഈ സാധനം അവൈലബിൾ ആണ്. എവിടെ 5 രൂപയെങ്കിലും കുറച്ച് കിട്ടുന്നു നിങ്ങൾ അവിടെ പോയി മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഈ സാധനം മേടിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയും കണ്ണും പൂട്ടി ഈ ഒരു സാധനം മേടിക്കാൻ കേട്ടോ. എക്സ്പൾസിന് മാത്രമല്ല, അതായത് ഇപ്പം മാർക്കറ്റിലുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ബൈസൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ ക്രാഷ് കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ മേടിച്ച് വെക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഈ ലുക്കും സംഭവം സെറ്റ് തന്നെയാണ് കേട്ടോ. ഒരു കുഞ്ഞൻ, ഞാൻ എപ്പോഴും വണ്ടിയിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് നീളമാണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും വണ്ടിക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ ഒരു വിട്ട് തോന്നുന്നില്ല എന്ന് വിചാരിച്ചിരുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ക്രാഷ് ഗാർഡും സാഡിൽ സ്റ്റേയും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു മസിലായിട്ടുള്ളൊരു വണ്ടിയായിട്ടുണ്ട് നമ്മുടെ എക്സ്പൾസ്. പിന്നെ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്യൂക്കിൻ്റെ അഡ്വഞ്ചർ 300 മിറർ വെക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് നമുക്ക് അന്ന് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു ത്രെഡിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിലത് കറക്റ്റായിട്ട് കയറി ഇരിക്കുമെങ്കിൽ മറു സൈഡിലത് കറക്റ്റായിട്ട് കയറി ഇരിക്കില്ല. അപ്പം ഈ മിറർ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കുറ്റി വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അതിൽ ത്രെഡ് അടിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു വൈറ്റ് സ്റ്റിക്കറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടി മാരക ലുക്കായി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോട്ടലായിട്ടുള്ളൊരു ലുക്കാണിത്. ഇനി വന്നിട്ട് ഒരു പരിപാടിയില്ല. വണ്ടിയിൽ ക്രാഷ് കാർഡായി, സാഡിൽ സ്റ്റേ ആയി, മിററായി, PPF കയറ്റി, ഒരു പരിപാടിയില്ല. ഇനി ഫുൾ ഒരു സ്റ്റോക്ക് ടൂറിങ് വണ്ടിയായിരിക്കുകയാണ് നമ്മുടെ എക്സ്പൾസ്. അപ്പം എങ്ങനെയുണ്ട് സംഭവം? അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ മസ്റ്റായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ എക്സ്പൾസ് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കൂട്ടുകാരൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ശ്രീസോൺ സൈനിങ് ഓഫ്.